ഹായ്, ഇന്ന് സ്വിഗ്ഗിയുടെ ഒരു പിടിച്ചുപറിയുടെ കാര്യം പറയാനുണ്ട് കേട്ടോ. ഇപ്പോൾ സ്വിഗ്ഗി ഡെലിവറി പാർട്ട്ണർമാരുടെ പോക്കറ്റിൽ നിന്ന് ഒരു മര്യാദ ഇല്ലാണ്ടാണ് പൈസ പിടിച്ച് പറിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം എനിക്ക് സ്വിഗ്ഗിയിൽ നിന്ന് 1000 രൂപ പെനാൽറ്റി ആയിട്ട് കിട്ടി. എൻ്റെ ഒരു ദിവസത്തെ ഓർഡർ ഏണിങ്സിൽ നിന്ന് 1000 രൂപ ഒരു മര്യാദ ഇല്ലാണ്ടാണ് പിടിച്ച് പറിച്ചെടുത്തത്. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് എനിക്ക് മാത്രം കിട്ടിയ പണിയാണ്. പിന്നെ ഇപ്പം എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് മാത്രമല്ല പലർക്കും ഈ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന്. എൻ്റെ കയ്യിൽ നിന്ന് 1000 രൂപയാണ് പിടിച്ച് പറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വേറൊരു പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് 500 രൂപയാണ് പെനാൽറ്റി ആയിട്ട് പിടിച്ച് പറിച്ചെടുത്തിരിക്കുന്നത്. എല്ലാവരും പറയും ലേബർ കോർട്ടിൽ പോയിട്ട് പരാതി കൊടുക്കാൻ. ലേബർ കോർട്ടിൽ പോയി പരാതി കൊടുക്കാനുള്ള വകുപ്പില്ല. കാരണം സ്വിഗ്ഗിയുടെ ആയാലും സൊമാറ്റോയുടെ ആയാലും ഡെലിവറി ജോലി ചെയ്യണ ഞങ്ങൾ ലേബേഴ്സല്ല, തൊഴിലാളികളല്ല, ഡെലിവറി പാർട്ട്ണർമാരാണ്. നമ്മുടെ പരാതി കേൾക്കാൻ ഇവിടെ ഒരു കോടതി ഉണ്ടാവില്ല, ഒരു തൊഴിലാളി സംഘടനയും ഉണ്ടാവില്ല. ഒറ്റ തൊഴിലാളി സംഘടനകൾക്കും വേണ്ടാത്ത ഒരു വിഭാഗം ആൾക്കാരാണ് ഈ സൊമാറ്റോയുടെയും സ്വിഗ്ഗിയുടെയും ഒക്കെ ഡെലിവറി ജോലി ചെയ്ത് ജീവിക്കണ ആൾക്കാർ. ഈ പണി നിർത്തിയിട്ട് വേറെ വല്ല പണിക്ക് പോടാമെന്ന് പറയുന്നവരുണ്ടാവും. പക്ഷേ ഈ പണിക്ക് നടക്കുന്ന ഭൂരിഭാഗം ആളുകളും പലതരം പ്രശ്നങ്ങൾ കൊണ്ട് ഈ പണി ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളെ നല്ല രീതിയിൽ എല്ലാവരും ചൂഷണം ചെയ്യുന്നുണ്ട്. ഇതാണ് അവസ്ഥ.